الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. صدق الله العلي العظيم. الله سبحانه وتعالى പരിശുദ്ധമായ ജുമുഅ നിസ്കാരത്തിന് വേണ്ടി നാം ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ ദോഷങ്ങളും അള്ളാഹു അവൻ്റെ കാരുണ്യം കൊണ്ട് വിട്ടുപുറത്ത് മാപ്പ് നൽകട്ടെ. ശിഷ്ടമുള്ള ജീവിതം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി തൃപ്തിയിലായി ജീവിച്ച് ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് സമാധാനത്തോടെ മരണപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ പള്ളിക്കാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്വാലിഹീങ്ങൾ, സ്വാലിഹാത്തുകൾ, എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നാം അനുഭവിക്കുന്ന ശാരീരിക, മാനസിക, സാമ്പത്തിക പ്രശ്നങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായ പരിഹാരം നൽകി സന്തോഷമുള്ള ജീവിതം പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ജീവിതയാത്രയിൽ അനേകായിരം തെറ്റുകൾ പ്രവർത്തിക്കുകയും അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് എതിര് പ്രവർത്തിക്കുകയും അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അതിർവരമ്പുകൾ ലംഘിക്കുകയും ചെയ്ത ആളുകളെ വിശുദ്ധമായ ഖുർആൻ അഭിസംബോധന ചെയ്തത് ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സ്വന്തം ശരീരങ്ങളോട് അക്രമം പ്രവർത്തിച്ച എൻ്റെ അടിമകളെ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാവരുത്. നിങ്ങളുടെ ഏത് ദോഷവും അള്ളാഹു പൊറുത്തു തരും. അവൻ ഏറെ പൊറുക്കുന്നവനും കാരുണ്യമുള്ളവനുമാണ്. ജീവിതത്തിൽ തെറ്റ് ചെയ്തു എന്ന കാരണം കൊണ്ട് ആരൊക്കെ നമ്മെ കുറ്റപ്പെടുത്തിയാലും, സമൂഹം നമ്മെ ഒറ്റപ്പെടുത്തിയാലും, ചെയ്ത തെറ്റ് മനസ്സിലാക്കാനും അത് തിരുത്താനും കണ്ണീരോടുകൂടി സൃഷ്ടാവിൻ്റെ മുമ്പിൽ തൗബ ചെയ്യാനും നാം തയ്യാറാണെങ്കിൽ നമ്മുടെ ദോഷങ്ങൾ പുറത്തു തരാൻ അള്ളാഹുവും തയ്യാറാണ്. അടിമകളോട് അള്ളാഹുവിനുള്ള കാരുണ്യമാണ് ഇതിലൂടെ അള്ളാഹു വ്യക്തമാക്കുന്നത്. അള്ളാഹുവിനെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയത് വഹുവ അർഹമുർ റാഹിമീൻ, കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണ ചെയ്യുന്നവൻ എന്ന വാക്കുകൊണ്ടാണ്. വിശുദ്ധമായ ഖുർആൻ സൂറത്തു തൗബയൊഴിച്ച് ബാക്കി എല്ലാ സൂറത്തുകളും ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ നാമത്തിലാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവൻ
കാരുണ്യമായിട്ടാണ് നബിയെ അങ്ങയെ ഞാൻ അയച്ചിട്ടുള്ളത്. അപ്പോൾ റഹ്മത്ത്, കാരുണ്യം എന്ന് പറയുന്ന സ്വഭാവം അള്ളാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അവിടുത്തെ അധ്യാപനങ്ങളെ അനുധാവനം ചെയ്ത അനുചരന്മാരുടെയും സ്വഭാവ വിശേഷണമാണ്. മനുഷ്യ സമൂഹത്തിൻ്റെ സമ്പൂർണവും ശാന്തവുമായ നിലനിൽപ്പിന് കാരുണ്യം എന്ന് പറയുന്ന സ്വഭാവം നമുക്കുണ്ടാവണം. നമ്മളെല്ലാം ഒരു സമൂഹമാണ്. ആദിപിതാവ് ആദം നബി അലൈഹിസ്സലാമിൻ്റെ മക്കൾ, അന്ത്യപ്രവാചകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികൾ. നമുക്കിടയിൽ പരസ്പരം കാരുണ്യമുണ്ടാവണം. ഇർഹമു മൻ ഫിൽ അർദ് യർഹമുക്കും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ പരസ്പരം കരുണ ചെയ്യുക, ആകാശത്തിൻ്റെ അധിപനായ അള്ളാഹു നിങ്ങളോട് കരുണ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരസ്പരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാരുണ്യത്തോടെ പെരുമാറാൻ കഴിയേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിലേക്ക് ഒരു സാധുവായ മനുഷ്യൻ അല്പം മുന്തിരിയുമായി കടന്നു വരുന്നു. താൻ കൊണ്ടുവന്ന മുന്തിരി വളരെ സന്തോഷത്തോടെ നബി തങ്ങൾക്ക് ഗിഫ്റ്റായി സമ്മാനമായി കൊടുക്കുകയാണ്. നബി തങ്ങൾ അത് സ്വീകരിക്കുകയും മുഴുവൻ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഭക്ഷിക്കുകയും ചെയ്തു. ആ മനുഷ്യൻ വളരെ സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് സലാം പറഞ്ഞ് തിരിച്ചുപോയി. സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ, സാധാരണ എന്ത് ഭക്ഷണ സാധനം ആര് കൊണ്ടുവന്ന് തന്നാലും അതിൽ നിന്ന് അല്പം താങ്കൾ ഞങ്ങൾക്കും തരാറുണ്ടല്ലോ, ഈ മുന്തിരി മാത്രം എന്തുകൊണ്ട് ഞങ്ങൾക്ക് തന്നില്ല? അത്രയും ടേസ്റ്റ് ആയിരുന്നോ? നബി തങ്ങൾ പറഞ്ഞു, സഹാബ, ആദ്യത്തെ മുന്തിരി എടുത്ത് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത് പാകമാവാത്ത പുളിപ്പുള്ള മുന്തിരിയാണ്. ഞാനത് നിങ്ങൾക്ക് തന്നാൽ അതിൻ്റെ പുളിപ്പ് കാരണം നിങ്ങളത് തുപ്പിക്കളയും. ഇതാ മനുഷ്യൻ കണ്ടാൽ അയാൾ ചിന്തിക്കും, പടച്ചവനെ, ഞാൻ നബി തങ്ങൾക്ക് ഗിഫ്റ്റായി കൊണ്ടുവന്ന ഈ മുന്തിരി പാകമാകാത്ത പുളിപ്പുള്ളതാണോ? അയാൾക്കത് വിഷമമാകും. അതുകൊണ്ട് അയാളുടെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് പോലും തരാതെ ആ പുളിപ്പുള്ള മുന്തിരി മുഴുവനായും ഞാൻ കഴിച്ചത് എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകരുടെ ജീവിതം അങ്ങനെയാണ്. എല്ലാവരോടും കാരുണ്യം കാണിക്കുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കരിക്കുമ്പോൾ ചെറിയ കുട്ടികൾ പിന്നിൽ ജമാഅത്തിലുണ്ടാകും. അവർ കരയാൻ തുടങ്ങിയാൽ, അവർ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ നിസ്കാരം ലഘൂകരിക്കുമായിരുന്നു, വളരെ ചുരുക്കി അവസാനിപ്പിക്കുമായിരുന്നു എന്ന ഹദീസിൽ കാണാം. കുട്ടികളോട് മുതൽ താൻ ഇടപെടുന്ന എല്ലാ മേഖലകളിലും കാരുണ്യം എന്ന സ്വഭാവം നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാത്തു സൂക്ഷിക്കാറുണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, പരിശുദ്ധമായ മക്കയിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച്, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച്, പീഡനങ്ങൾ സഹിച്ച്, പിറന്ന നാടും വീടും സമ്പത്തും കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്നുണ്ട് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാലങ്ങൾക്കപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങൾക്ക് വിജയം നൽകുകയും തന്നെ ആട്ടിപ്പുറത്താക്കിയ തൻ്റെ സ്വന്തം മക്കയിലേക്ക്
പൂർവാധികം ശക്തിയോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു വരികയും ചെയ്തു. ആ സമയത്ത് ഖുറൈശികൾ വല്ലാതെ ഭയപ്പെട്ടു. കാരണം മുഹമ്മദിനെയും സഹാബികളെയും സല്ലല്ലാഹു അലൈഹി വസല്ലം നാം ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, ഒരുപാട് പീഡിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ മക്കയിലേക്ക് വലിയ വിജയത്തോടെ കടന്നു വരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് യുദ്ധം ചെയ്യുമോ, പ്രതികാര നടപടികൾ സ്വീകരിക്കുമോ എന്ന് വ്യാകുലരായ ഖുറൈശികളെ മുഴുവൻ വിളിച്ചു വരുത്തിക്കൊണ്ട് നബി തങ്ങൾ പറയുന്നുണ്ട്, ഖുറൈശ്, ഇന്നേ ദിവസം നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങളോട് പ്രതികാര നടപടിയില്ല, വീട്ടിലേക്ക് പൊയ്ക്കോളൂ. ഇസ്ലാമിക ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട മനോഹരമായ ചരിത്ര സാക്ഷ്യമാണ് ഫതഹ് മക്ക എന്നറിയപ്പെടുന്ന നബിയുടെ മക്കയിലേക്കുള്ള തിരിച്ചുവരവ്. ആരോടും ഒരു പ്രതികാരവുമില്ല. സ്വന്തം വീടുകളിലേക്ക് നിങ്ങൾ മടങ്ങിക്കോളൂ, നിങ്ങൾ സുരക്ഷിതരാണ് എന്ന് ഒരു കാലത്ത് തനിക്ക് ഭക്ഷണം പോലും നിഷേധിച്ച് ശുഐബ് അബൂ താലിബിൽ വർഷങ്ങളോളം ഭക്ഷണം ലഭിക്കാതെ പച്ചിലകൾ ഭക്ഷിക്കേണ്ടി വന്ന, അത്രയും പീഡനങ്ങൾ തന്നോട് ചെയ്ത ഒരു ജനതയുടെ മുമ്പിൽ കാരുണ്യം കാണിച്ചു കൊടുത്തു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചൂടായി സംസാരിക്കുമ്പോൾ, ചെറുതായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മരണം വരെ ആ പക മനസ്സിൽ സൂക്ഷിക്കുകയും കിട്ടുന്ന അവസരങ്ങളിലെല്ലാം പ്രതികാര നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ആരെങ്കിലും നമ്മുടെ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ സ്വയം ചിന്തിക്കുക, നമ്മൾ ഏത് പ്രവാചകന്റെ അനുയായികളാണ്. നബി തങ്ങൾക്ക് വേണമെങ്കിൽ അവരെ മുഴുവൻ കൊന്നുകളയാമായിരുന്നു, അതിനുള്ള ശക്തിയുണ്ട്. പ്രതികാര നടപടികൾ സ്വീകരിക്കാം, അത് നീതിയാണ്. പക്ഷേ നബി തങ്ങൾ സ്വീകരിച്ചത് കാരുണ്യത്തിന്റെ നിലപാടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യന്മാരോട് മാത്രമല്ല, മൃഗങ്ങളോടും സസ്യങ്ങളോടും വരെ നബി തങ്ങൾക്ക് കാരുണ്യമുണ്ടായിരുന്നു. സഹാബികളോട് യാത്ര പോകുമ്പോൾ നബി തങ്ങൾ പറയും, സഹാബ, നിങ്ങൾ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന നിങ്ങളുടെ വാഹനം, ഒട്ടകം, കുതിര, കഴുത, ഇവയെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അതിനാൽ തന്നെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അല്പദൂരം സഞ്ചരിച്ചാൽ നിങ്ങളുടെ മൃഗങ്ങൾക്ക് വിശ്രമം നൽകുകയും അവയ്ക്ക് ഭക്ഷണവും വെള്ളവും നൽകുകയും ചെയ്യണം. ആശ്വാസം നൽകണം, അവരോട് കരുണ ചെയ്യണം. കാരണം അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. യുദ്ധത്തിന് പോകുന്ന സ്വഹാബികൾ തങ്ങളുടെ വാളിൻ്റെ മൂർച്ച നോക്കാൻ വഴിയിലുള്ള ചെടികൾ വെട്ടിമുറിക്കും. വാളിൻ്റെ മൂർച്ച നോക്കാൻ നബി തങ്ങൾ പറഞ്ഞു, സഹാബ, വാളിൻ്റെ മൂർച്ച നോക്കാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ നശിപ്പിക്കല്ലേ. അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ വെട്ടിമുറിച്ചിട്ട് വാളിൻ്റെ മൂർച്ച നോക്കല്ലേ സഹാബ, അത് കാരുണ്യമില്ലാത്ത പ്രവർത്തനമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കാരുണ്യമാണ് അള്ളാഹുവും അവൻ്റെ പ്രവാചകരും മഹാരഥന്മാരായ പൂർവികന്മാരും നമ്മിലേക്ക് പകർന്നു തന്നിട്ടുള്ളത്. ഈ കാരുണ്യത്തിൽ നിന്ന് മനുഷ്യന്മാർ അകലുകയും പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഉള്ള പ്രശ്നങ്ങളെ വലുതാക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഈ സമുദായം നീങ്ങിപ്പോവാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അൽ ഫിത്നതു നായിമത്തുൻ ലഅനല്ലാഹു മൻ ഐഖദഹു. ഒരു പ്രശ്നം ഉറങ്ങിക്കിടക്കുകയായിരിക്കും, അതിനെ ഉണർത്തുന്നവൻ അള്ളാഹുവിൻ്റെ ശാപമുള്ളവനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ എവിടെയെങ്കിലുമൊക്കെ തുടങ്ങും, നമ്മൾ പക്വതയോടെ പെരുമാറണം. ചെറിയ പ്രശ്നം മതി ഒരു നാട് നശിക്കാൻ, ഒരു സമൂഹം നശിക്കാൻ, ഒരു ജനതയിൽ രക്തച്ചൊരിച്ചിലുണ്ടാവാൻ ചെറിയ തീപ്പൊരി മതിയാകും.
അതാണ് നബി തങ്ങൾ പറഞ്ഞത്, ലഅനല്ലാഹു മൻ ഐഖവഹു, ഉറങ്ങിക്കിടക്കുന്ന ഒരു പ്രശ്നം ഉണർത്താൻ ശ്രമിക്കുന്നവൻ അള്ളാഹുവിന്റെ ശാപമുള്ളവനാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ ആരാണ്? നമ്മുടെ ഐഡന്റിറ്റിയെ നാം മനസ്സിലാക്കണം. നമ്മുടെ ഏറ്റവും വലിയ അഭിമാനം ഞാൻ പണക്കാരനാണ് എന്ന് പറയുന്നതോ, എനിക്കൊരു നല്ല ജോലിയുണ്ട് എന്ന് പറയുന്നതോ, അല്ലെങ്കിൽ എനിക്ക് വിദ്യാഭ്യാസമുണ്ട് എന്ന് പറയുന്നതോ അല്ല. നമ്മുടെ ഏറ്റവും വലിയ അംഗീകാരം, ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ്, അന ഉമ്മത്ത് മുഹമ്മദ്, ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്താണ്. അവിടുത്തെ സ്വഭാവമാണ് എൻ്റെ സ്വഭാവം. അവിടുന്ന് പഠിപ്പിച്ച അധ്യാപനങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതാണ് നമുക്ക് ലഭിച്ച, നമുക്ക് നേടിയെടുക്കേണ്ട ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ്. ഇതിലപ്പുറത്തേക്കുള്ള ഐഡന്റിറ്റികൾ മുഴുവൻ മണ്ണോട് ചേരുന്നത് വരെയേ ഉള്ളൂ. നമ്മൾ പഠിച്ച വിദ്യാഭ്യാസമായാലും നമ്മൾ സമ്പാദിച്ച സമ്പത്തായാലും ഒക്കെ മണ്ണോട് ചേരുന്നത് വരെയേ ഉള്ളൂ. ആ സമ്പത്തും വിദ്യാഭ്യാസവും ഉപയോഗിച്ച് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മാർഗത്തിലൂടെ നാം എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഖബറിലേക്ക് എത്തുക. അത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ ജീവിതം, ഇതിനെക്കുറിച്ച് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും തയ്യാറാവേണ്ടതുണ്ട്. ലോകം കാരുണ്യമില്ലാത്ത അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ലോകാവസാനമാകുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഫിത്നകളും യുദ്ധങ്ങളും പുറപ്പെടും. അതിൻ്റെ പ്രത്യേകത കണ്ണ് കാണാത്ത ഫിത്ന, ചെവി കേൾക്കാത്ത ഫിത്ന. ഇങ്ങനെയാണ് നബി തങ്ങൾ ആഖിറു സമാനിൽ വരാനിരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞത്. കണ്ണ് കാണാത്ത ഫിത്ന. എന്താണ് ഈ കണ്ണ് കാണാത്ത ഫിത്ന എന്ന് പറഞ്ഞാൽ? ഇത് ഫിത്നയാണ് എന്ന് പോലും മനസ്സിലാക്കാൻ നമ്മുടെ കണ്ണുകൾക്ക് കഴിയൂല. ഞാനീ ചെയ്യുന്നത് തെറ്റാണ്, ഞാനീ ചെയ്യുന്നത് സമൂഹത്തിന് ദോഷമാണ് എന്ന് മനസ്സിലാക്കാൻ കണ്ണുകൾക്ക് ശേഷിയില്ലാതെയായി പോവും. ചെവി കേൾക്കാത്ത ഫിത്ന ആഖിറു സമാനിൽ ഉണ്ടാവും. അതിനൊരുപാട് അർത്ഥങ്ങളുണ്ട്. ഇന്ന് വരെ കേട്ടുകേൾവിയില്ലാത്ത ഫിത്ന, പ്രശ്നങ്ങൾ. ആര് നിലവിളിച്ചാലും, ആര് കരഞ്ഞാലും, ആർക്ക് നീതി നിഷേധിക്കപ്പെട്ടാലും അതൊന്നും ലോക ജനത കേൾക്കൂല. ചെവി കേൾക്കാത്ത യുദ്ധങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും. നമുക്കറിയാം, ഫലസ്തീനിൽ ആ മക്കൾ കരയാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ഒരു 7-ാം തീയതി ഒരു ചെറിയ ബോംബാക്രമണത്തിൽ തുടങ്ങിയതൊന്നുമല്ല ഫലസ്തീന്റെയും ഇസ്രായേലിന്റെയും പ്രശ്നം. 70 വർഷമായി ജനിച്ച മണ്ണിൽ അടിമകളെ പോലെ ജീവിക്കേണ്ടി വരുന്ന ഒരു സമുദായത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഫലസ്തീൻ. അവര് ലോക ജനതയുടെ മുമ്പിൽ കരയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. കൊന്ന് കുഞ്ഞു മക്കളെ പോലും ലോക യുദ്ധ നിയമങ്ങൾ പോലും മാറ്റിവെച്ച് കാരുണ്യമില്ലാതെ കൊന്നൊടുക്കിയപ്പോഴും ലോകരാജ്യങ്ങൾ പല്ലിളിച്ചു നിന്നു. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, ചെവി കേൾക്കാത്ത ഫിത്ന. ആ കരച്ചിൽ ലോകം കേൾക്കൂല, ഒരു ലോകരാജ്യവും കേൾക്കൂല, ആരും കേൾക്കൂല. മുഅ്മിൻ അവർക്ക് വേണ്ടി ദുആ ചെയ്യും. അതിലപ്പുറം ലോകരാജ്യങ്ങളിൽ നിന്ന് അവർക്ക് സഹായം ലഭിക്കൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ സമയമാകുമ്പോൾ അല്ലാഹു അവരെ കാത്തുരക്ഷിക്കുക തന്നെ ചെയ്യും. ഫലസ്തീനികൾ ചിരിക്കാതെ ലോകം അവസാനിക്കുകയുമില്ല. അല്ലാഹു അവർക്ക് സന്തോഷം നൽകട്ടെ. അപ്പൊ മുഅ്മിനെ, ലോകം കാരുണ്യമില്ലാത്ത, മനസ്സാക്ഷിയില്ലാത്ത, മനുഷ്യത്വമില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്.
ഇവിടെയാണ് കാരുണ്യത്തിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങളെ നാം വീണ്ടെടുക്കേണ്ടതിന്റെ ആവശ്യകത. നമ്മുടെ കുട്ടികൾക്ക് നബി തങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, അവിടുത്തെ കാരുണ്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. വളർന്നു വരുന്ന തലമുറ നമ്മുടെ പ്രതീക്ഷകളാണ്. അവർക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം ഒരു പിതാവ് എന്ന രീതിയിൽ, ഒരു രക്ഷിതാവ് എന്ന രീതിയിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ അവർക്ക് നബിതങ്ങളെ പഠിപ്പിച്ചു കൊടുക്കലാണ്. നബിതങ്ങളുടെ ജീവിത രീതി പഠിപ്പിച്ചു കൊടുക്കലാണ്. നബിതങ്ങളുടെ നിയമങ്ങളെയും നയങ്ങളെയും പഠിപ്പിച്ചു കൊടുക്കലാണ്. അല്ലാഹു വളർന്നു വരുന്ന നമ്മുടെ മക്കളിൽ നമ്മുടെ പ്രതീക്ഷകൾ അർപ്പിച്ചിരിക്കുകയാണ്. അവരെ അല്ലാഹു സ്വാലിഹീങ്ങളാക്കട്ടെ. നല്ല ഒരു തലമുറ ഉയർന്നു വരട്ടെ. വലിയ പ്രയാസത്തിലും പ്രശ്നത്തിലുമല്ലേ നമ്മുടെ തലമുറ, അല്ലേ? നബി തങ്ങൾ പറയുന്നുണ്ട്, ആഖിറു സമാനിൽ ഒരു ഉപ്പാക്ക് തൻ്റെ മകനോട് ധൈര്യത്തോടെ ഒരു കാര്യം ചെയ്യരുത് അല്ലെങ്കിൽ ചെയ്യണം എന്ന് പറയാൻ സാധിക്കാത്ത കാലം വരും. ഇപ്പൊ അങ്ങനെയാണ്. മക്കളോട് ഒരു ഉപദേശം നടത്താൻ വാപ്പാക്ക് പേടിയാണ്. കാരണം മക്കൾ എന്താ തിരിച്ചു പറയാൻ പറ്റില്ല. കാരണം അവർക്ക് ബഹുമാനമില്ല, സംസ്കാരം എന്ന് പറയുന്നതില്ല. എന്താണ് ഉപ്പയോട് തിരിച്ചു പറയേണ്ടത് എന്ന് അവർക്ക് അറിയൂല. അതിനാൽ തന്നെ ഒരു കാര്യം ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യരുത് എന്നോ സ്വന്തം പിതാവിന് മക്കളോട് പറയാൻ പേടിയാകുന്ന കാലം. സുബഹിക്ക് സ്വന്തം മകനെ വിളിച്ചുണർത്താൻ ഭയപ്പെടുന്ന ഉപ്പമാരും ഉമ്മമാരുമുള്ള കാലം. പള്ളിയിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ മക്കൾ അവിടെ കളിക്കുന്നത് കണ്ടാൽ വാ മോനെ നിസ്കരിച്ചിട്ട് പോകാം എന്ന് പറയാൻ സ്വന്തം പിതാവിന് തന്നെ ധൈര്യമില്ല. പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണ്ടല്ലോ. പണ്ട് കാലത്തൊക്കെ നമ്മൾ എവിടെയെങ്കിലും കളിക്കുകയാണെങ്കിൽ ആ നാട്ടിലെ ഏതെങ്കിലും ഒരു മുതിർന്ന വ്യക്തി, ഒരു കാരണവർ, മഗ്‌രിബിയുടെ നേരത്ത് ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ ആ നാട്ടിൽ നമ്മുടെ ഉപ്പയല്ല, വെല്ലിപ്പയല്ല, നമ്മുടെ ആരുമല്ല, ആ നാട്ടിലെ ഒരു കാരണവർ വന്നിട്ട് മക്കളെ മഗ്‌രിബി ആയല്ലോ പള്ളിയിലേക്ക് കയറി എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ ബഹുമാനിച്ചുകൊണ്ട്, ആ കാരണവരെ ബഹുമാനിച്ചുകൊണ്ട് വേഗം പോയി കുളിച്ച് മാറ്റി പള്ളിയിലേക്ക് വന്നിരുന്ന ഒരു നല്ല കാലം ഈ ഉമ്മത്തിനുണ്ട്. ഇന്ന് അങ്ങനെ ഒരു ഗ്രൗണ്ടിന്റെ മുമ്പിൽ പോയി ഒന്ന് പറഞ്ഞു നോക്കി, കുറച്ച് വിട്ടു നിന്നിട്ട് പറയേണ്ടി വരും, അല്ലെങ്കിൽ പന്തോണ്ട് ഏറ് കിട്ടും. എന്തുകൊണ്ടാണ്? അവർക്ക് സംസ്കാരമില്ല. അവർക്ക് വാപ്പയാരാ ഉമ്മയാരാ എന്നറിയൂല. ഇങ്ങനത്തെ ഒരു തലമുറ ഉയർന്നു വന്നാൽ സ്വാഭാവികമായും അതിന്റെ അന്ത്യം എന്തായിരിക്കും എന്ന് നമ്മളൊന്ന് സ്വയം ചിന്തിച്ചാൽ മതി. അതിനാൽ അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളായ അടിമകൾ, മുഅ്മിനീങ്ങൾ നമ്മുടെ മക്കളിലേക്ക് പ്രവാചകനെ എത്തിക്കുക, പ്രവാചകന്റെ അധ്യാപനങ്ങളെ എത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.